ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 2016 കാറ്റഗറി 1 സൈക്കോളജി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏതായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, 5ാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഗണിതവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഒന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല. സങ്കലനം, ഗുണനമായും വ്യവകലനം ഹരണമായിട്ടും എപ്പോഴും മാറിപ്പോകാറുണ്ട്. തത്ഫലമായി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു. ഇവിടെ അമ്പിളി അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലേണിംഗ് ഡിസേബിലിറ്റി എന്താണ്? ഏതാണ് ക്വസ്റ്റ്യൻ? ലേണിംഗ് ഡിസേബിലിറ്റി എന്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ മാത്സുമായി ബന്ധപ്പെട്ടതല്ലേ ചിഹ്നങ്ങൾ മാറിപ്പോകുന്നതൊക്കെ. അപ്പോൾ തീർച്ചയായും അതിൻ്റെ പേരെന്താ? ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ. ഏതാണ്? ഡിസ്കാൽക്കുലിയയാണ്. നമ്മളെല്ലാ വീഡിയോയിലും ഓരോ ലേണിംഗ് ഡിസേബിലിറ്റിയും പഠിക്കാറുണ്ട്. നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ നമുക്കിതിനെ വിശദീകരിച്ച് പറഞ്ഞതായിട്ട് കാണാം. അടുത്ത ചോദ്യം നോക്കൂ. ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഇങ്ങനെ പറയുന്ന ടീച്ചർ ഏത് തരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും മാറിപ്പോവാറുണ്ട്. നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് അറിയാം. അതായത് നമ്മൾ അവിടെ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നത് എന്തിനാണ്? കുട്ടിയുടെ റെസ്പോൺസ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ അല്ലേ, അത് ചെയ്യാനുള്ള സാധ്യതകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് എന്ന് പറയാം. പക്ഷേ നമ്മളൊരു അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ അവരൊരു കാര്യം എന്തായാലും ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഹോംവർക്കിൽ നിന്ന് ഒഴിവാക്കും. അവർക്ക് ഹോംവർക്ക് ചെയ്യുക എന്നുള്ളത് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഏതാണ്? നെഗറ്റീവ് ന്യൂനപ്രബലനമാണ്. അടുത്ത ചോദ്യം നോക്കൂ. 3ാമത്തെ ചോദ്യം. ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? അപ്പോൾ ഇവിടെ മിഠായി കൊടുത്തു എന്നുള്ളത് അല്ലേ, ഇത് ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് എഫക്റ്റ്. ചില പ്രൈമറി ലോ ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്, അതുപോലെ തന്നെ ലോ ഓഫ് റെഡിനെസ് അല്ലേ. പക്ഷേ ഇവിടെ ഓപ്ഷൻ നോക്കൂ, ലോ ഓഫ് എക്സസൈസും ലോ ഓഫ് എഫക്റ്റും ഇതിലുണ്ട്. അപ്പോൾ ഏതായിരിക്കും ശരിയായ ഉത്തരം ലോ ഓഫ് എഫക്റ്റ് അല്ലെങ്കിൽ ഫല നിയമം. എന്താണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ ലോ ഓഫ് എഫക്റ്റ്? ഒരു പ്രത്യേക സിറ്റുവേഷനോട് റെസ്പോൺസ് ചെയ്യുന്നത് അല്ലേ, റെസ്പോൺസ് ചെയ്യൂലേ കുട്ടി. ഇവിടെ ഈ ഒരു പ്രത്യേക സിറ്റുവേഷനോട് റെസ്പോൺസ് ചെയ്യുമ്പോൾ കുട്ടിക്കൊരു സാറ്റിസ്ഫൈയിങ് കോൺസിക്വൻസ് ഉണ്ടാകുന്നു. അതായത് സംതൃപ്തപരമായിട്ടുള്ള ഒരു തൃപ്തി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യപ്പെടും. ഇതാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി ഉത്തരം പറഞ്ഞപ്പോൾ കുട്ടിക്കൊരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടിയത് എന്താണ്? ടീച്ചർ ഒരു മിഠായി കൊടുത്തു എന്നുള്ളതല്ലേ. ഇതാണ് ലോ ഓഫ് എഫക്റ്റ്. ഇതിൻ്റെ മറ്റു ഓപ്ഷൻ നോക്കൂ, ലോ ഓഫ് എക്സസൈസ്. ഇതിൽ 2 നിയമങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ലോ ഓഫ് യൂസ് അല്ലേ, ലോ ഓഫ് യൂസ് ഉണ്ട്, ലോ ഓഫ് ഡിസ്യൂസ് ഉണ്ട് അല്ലേ. ഒരു കാര്യം അത് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അത് ചെയ്യുന്നില്ലെങ്കിൽ ഡിസ്യൂസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ആ കണക്ഷൻ കുറയും എന്നുള്ളതാണ് ലോ ഓഫ് റെഡിനെസ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 4ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? അതായത് ഇവിടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഗ്രോത്ത് ഇൻഫ്ലുവൻസ് ബൈ ദ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഗ്രോത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ശരിയല്ലേ? മെച്ചുറേഷനും ലേണിങ്ങും ഇൻഫ്ലുവൻസ് ചെയ്യും. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ് അല്ലേ. ഗ്രോത്തിന് വളർച്ച വികാസത്തിന് കാരണമാകാം അല്ലെങ്കിൽ കാരണമല്ല എന്നും വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതും ശരിയാണ്.
മൂന്നാമത്തെ നോക്കൂ, ഗ്രോത്ത് ഈസ് ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ആൻ ഓർഗാനിസം. വളർച്ച സമഗ്രമായ മാറ്റമാണ്. അത് ശരിയല്ല. എന്തുകൊണ്ടാണ്? സമഗ്രമായ മാറ്റം അത് ഡെവലപ്മെൻ്റ് ആണ്. വളർച്ച ഗുണാത്മകമാണ്, അതായത് ഫങ്ഷണൽ ചേഞ്ച് ആണ്. അല്ല, കാരണം എന്താ? അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. തീർച്ചയായും ശരിയായ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ അല്ലേ, 1ഉം 2ഉം ശരിയല്ലേ? അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി, 1ഉം 2ഉം ശരിയാണ് അല്ലേ? 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഏറ്റവും ശരിയായതല്ലേ ചോദിച്ചുള്ളത്? അപ്പോൾ 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായം മാത്രമേ ഉള്ളൂ. സത്യസന്ധനായ കുട്ടി. ആൽപോർട്ടിൻ്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തപ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ്? അതായത് അക്കോർഡിംഗ് ടു ആൽപോർട്ട്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡിസ്പോസിഷൻ, ദിസ് ബിലോങ് ടു വിച്ച് കാറ്റഗറി ഓഫ് ദ പേഴ്സണാലിറ്റി ടൈപ്പ്? ആൽപോർട്ടിൻ്റെ തിയറിയാണെന്ത്? ട്രെയ്റ്റ് അപ്രോച്ച് അല്ലേ? ട്രെയ്റ്റ്. അപ്പോൾ ഏത് ട്രെയ്റ്റ് ആണിത്? സോഴ്സ് ട്രെയ്റ്റ്, സെക്കൻഡറി ട്രെയ്റ്റ്, സെൻട്രൽ ട്രെയ്റ്റ്, കാർഡിനൽ ട്രെയ്റ്റ്. ഏതായിരിക്കും? കാർഡിനൽ ട്രെയ്റ്റ്, അതല്ലെങ്കിൽ പ്രമുഖ സവിശേഷതകൾ എന്ന് നമുക്ക് പറയാം അല്ലേ? കാർഡിനൽ ട്രെയ്റ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? സ്പിയർമാൻ്റെ തിയറി നിങ്ങൾക്കറിയില്ലേ? എന്തായിരുന്നു? 2 ഫാക്ടർ തിയറി അല്ലേ? 2 ഫാക്ടർ തിയറിയാണ്. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാവും, അതുപോലെ ഓരോന്നിനും യോജിച്ച സ്പെസിഫിക് തിയറി ഉണ്ട്. സ്പെസിഫിക് ഇൻ്റലിജൻസ് ഉണ്ട്. ഇവിടെ നോക്കൂ. സ്പെസിഫിക് ഫാക്ടർ തിയറി ഓൺലി, ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ ഓൺലി, ജനറൽ ഫാക്ടർ ഓൺലി, നൺ ഓഫ് ദി എബോവ്. എന്തായിരുന്നു? ജനറലായിട്ട് എല്ലാത്തിലും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ സ്പെസിഫിക്കായ ഗണിതവുമായി ബന്ധപ്പെട്ട സ്പെസിഫിക്കായ ഇൻ്റലിജൻസും ഉണ്ടാവും. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, സാമാന്യ ഘടകവും അതുപോലെ തന്നെ വിശിഷ്ട ഘടകവും ചേർന്നിട്ടുള്ളതാണ് സ്പിയർമാൻ്റെ കൺസെപ്റ്റ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന 5 വരകൾ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വിവരിക്കുന്നത്? നിങ്ങൾ നോക്കൂ. ഇവിടെ 5 വരകളാണെങ്കിൽ നമുക്ക് തോന്നുന്നത് ഒരു വീട് പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഏതാണ്? ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഏതിലാണ്? ലോ ഓഫ് ക്ലോഷർ, അതല്ലെങ്കിൽ സമ്പൂരണ നിയമം. അടുത്ത ചോദ്യം നോക്കൂ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രബലന രീതി ഏത്? അതായത് വിച്ച് അമോങ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചിൽഡ്രൻ ഹു ആർ പുവർ ഇൻ ദെയർ എബിലിറ്റീസ് ടു ലേൺ ന്യൂ തിങ്? ഏതായിരിക്കും? കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സ്ഡ് ഇൻ്റർവെൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്, വാരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ്. ഏതായിരിക്കും ശരിയായ ഉത്തരം? കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഏതാണ്? കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് പല ടൈപ്പുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ടത് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. 3 ആപ്പിളിനോട് 2 ആപ്പിളുകൾ ചേർന്നാൽ ആകെ 5 ആപ്പിളുകൾ കിട്ടും. ഇങ്ങനെ ആയാൽ 5 ആപ്പിളിൽ നിന്ന് 2 ആപ്പിൾ മാറ്റിയാൽ ബാക്കി എത്രയുണ്ടാവും? അതായത് ഒന്നിനെ നേരെ റിവേഴ്സ് ചെയ്യാം, അതല്ലേ? അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്തോഷിന് ഉത്തരം പറയാൻ ഇതിന് സാധിച്ചില്ല. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥക്ക് കാരണം എന്ത്? കുട്ടി എന്ത് ചെയ്യാൻ പഠിച്ചിട്ടില്ല? റിവേഴ്സ് ചെയ്യാൻ പഠിച്ചിട്ടില്ല, അതല്ലേ? അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി, പ്രസൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി, ലാക്ക് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ്, ലാക്ക് ഓഫ് സീരിയേഷൻ. എന്താണ്? ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി, അതല്ലെങ്കിൽ പ്രത്യാവർത്തന ശേഷിയില്ലാത്തതിനാൽ. ഇതിലുള്ള മറ്റു ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഒബ്ജക്റ്റ് പെർമനൻസ്, ഒരു വസ്തു മറഞ്ഞാലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുക, അതല്ലെങ്കിൽ അല്ലേ ഒരു വസ്തു കണ്ണിൽ നിന്ന് മറഞ്ഞാലും അതിനെക്കുറിച്ച് കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കുട്ടിയിൽ എന്തുണ്ട്? ഒബ്ജക്റ്റ് പെർമനൻസ് ഉള്ളതുകൊണ്ടാണ്. സീരിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രമമായ രീതിയിൽ അടുക്കി വെക്കാനുള്ള കഴിവിനാണ് സീരിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഏത് ഘട്ടം കൂടി നോക്കാം അല്ലേ? റിവേഴ്സിബിലിറ്റി ഇല്ലാത്ത ഘട്ടം ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. റിവേഴ്സിബിലിറ്റി ഉണ്ടാവുന്നത് ഏത് ഘട്ടത്തിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലുമാണ്.
ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്? അതായത് ടോയ് ഏജ് എന്ന് വിളിക്കുന്നത് ഏത് ഘട്ടമാണ്? നമുക്കറിയാം, ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്നത്തെ കാലത്ത് കേവലം ഒരു +2 പാസ്സായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. +2 പരീക്ഷയിൽ പരാജിതനായ രേവതി വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു, അല്ലേ? ഇതൊരു ഡിഫൻസ് മെക്കാനിസം അല്ലേ? ഇവിടെ രേവതി സ്വീകരിച്ചത് ഏത് തന്ത്രമാണ്? ഏത് ഡിഫൻസ് മെക്കാനിസമാണ്? അതായത് അവൾ തോറ്റു എങ്കിലും എന്നിട്ട് അവൾ മറ്റു കാരണങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുക, അല്ലേ? ഇവിടെ എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റിപ്രഷൻ. ഏതാണ് ഉത്തരം? റാഷണലൈസേഷൻ, അതല്ലെങ്കിൽ യുക്തീകരണം. അതല്ലെങ്കിൽ ആ തോറ്റത് മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കുകയാണ്. ടീച്ചർ മോശമായതുകൊണ്ടാണ്, അല്ലെ ക്ലാസ് കിട്ടാത്ത, അല്ലേ, അതിൻ്റെ മറ്റുള്ളതിനെ മേൽ കെട്ടിവെക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്രൊജക്ഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി കുട്ടിക്കാലത്ത് അവരുടെ 2 കൈകളും ഉപയോഗിച്ച് ചെയ്ത ചില കാര്യങ്ങൾ വലുതാകുമ്പോൾ അവർ ഒരൊറ്റ കൈ കൊണ്ട് നിഷ്പ്രയാസം ചെയ്യുന്നു. ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട് ഏത് തത്വമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്, അല്ലേ? വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഇൻ ദിസ് പ്രോസസ്? ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് അല്ലേ? ഇവിടെ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരുപാട് അവയവങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം ഇല്ലേ, അത് കുറഞ്ഞു വരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? ജനറൽ ടു സ്പെസിഫിക് ട്രെൻഡാണോ? സെഫാലോ സെൻട്രൽ ട്രെൻഡാണോ? ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ആണോ? പ്രോക്സിമോ ഡിസ്റ്റൽ ആണോ? ഏതാണ് ഇവിടെ നടക്കുന്നത്? ജനറൽ ടു സ്പെസിഫിക് ആണ്, അല്ലേ? ഒരുപാട് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത് ഒരു അവയവത്തിലേക്ക് ചുരുങ്ങി വരുമ്പോൾ നമുക്ക് എന്താ അറിയാം? ജനറൽ ടു സ്പെസിഫിക്. സെഫാലോ കൗഡലും പ്രോക്സിമോ ഡിസ്റ്റലും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹെഡ് ടു ടോ, തല മുതൽ പാദം വരെയുള്ള വളർച്ചക്കാണ് സെഫാലോ സ്കാൻഡൽ എന്നല്ല കേട്ടോ, സെഫാലോ കൗഡൽ എന്നാണ്. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നിയർ ടു ഫാർ, അടുത്ത് നിന്ന്, കേന്ദ്രഭാഗത്ത് നിന്ന് പാർശ്വങ്ങളിലേക്കുള്ള വളർച്ച. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അഭിപ്രേരണ ചക്രത്തിൽ വിട്ടുപോയ ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ നോക്കൂ. നീഡ്സ്, അത് ജനറേറ്റ് ചെയ്ത് മോട്ടീവ് ഉണ്ടാക്കുന്നു, അല്ലേ? പിന്നെ ക്രിയേറ്റ്സ്, എന്താണ് ഇവിടെ വിട്ടുപോയത്? അതാണ് എന്ത് ചെയ്യുന്നത്? ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അത് ടെൻഷനാണോ, ഇമോഷനാണോ, എയിമാണോ, അല്ലെ ഹിൻഡ്രൻസസ് എന്നാട്ടോ കൊടുത്തത്. ഹിൻഡ്രൻസ് മീൻസ് തടസ്സങ്ങൾ. ഉത്തരം ഏതായിരിക്കും? അവിടെ എന്താണ് അടുത്ത് വിട്ടുപോയിട്ടുള്ളത്? ലക്ഷ്യമാണ്, അല്ലേ? എയിമാണ്. ഒരു മോട്ടിവേഷനിൽ എയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും? അത് ആക്ഷനിലേക്ക് മാറും, അല്ലേ? ഒരു എയിം ഉണ്ടായാൽ മാത്രമേ ആക്ഷനിലേക്ക് മാറുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. 14ാമത്തെ ചോദ്യം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? കുട്ടിക്കാലത്ത് അമ്മയോട് ആൺകുട്ടികൾക്ക് തോന്നുന്ന തീവ്ര വികാരം, അല്ലേ? അതിന് നമ്മൾ എന്ത് പറയും? ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്, സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, മനോവിശ്ലേഷണം, അതായത് സൈക്കോ അനാലിസിസ്. ഏതായിരുന്നു? ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് പറയുക, അല്ലേ? ഇനി നമുക്ക് ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യം നോക്കാം. ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ശരീരം പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. കാലക്രമേണ കരച്ചിൽ അവരുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികസനത്തിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? അല്ലേ? ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ്. എന്താണ്? വിവിധ വികസന മേഖലകൾ പരസ്പരാശ്രിതമാണ് ആണോ? അതല്ലെങ്കിൽ വികസനം വൈയക്തിക പ്രക്രിയയാണ്, ഒരു ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് പ്രോസസ്സ്, അതാണ്. അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഏതായിരിക്കും ശരിയായ ഉത്തരം? നിങ്ങൾ പറയൂ. ഇവിടെ കുട്ടികൾ കരയുമ്പോൾ ശരീരം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ അതെന്ത് ചെയ്യുന്നു? കുറച്ച് അവയവങ്ങൾ മാത്രം ഒതുങ്ങുന്നു. എന്താണ്? ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു ഭാഗമാണിത് കേട്ടോ. വികസനം സാമാന്യതയിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. അപ്പോൾ 15 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട, അല്ലെ, മനസ്സിലാക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. താങ്ക്